ഉത്തര കേരളത്തിലെ ഏറെ പൗരാണികമായ ശ്രീരാമക്ഷേത്രമാണ് കാസർഗോഡ് ചെറുവത്തൂരിലെ താഴത്തെ മട്ടലായി ശ്രീരാമക്ഷേത്രം. വനവാസകാലത്ത് ശ്രീരാമൻ വന്ന ഇടമെന്നാണ് ഐതിഹ്യം. രാമായണ മാസമായതോടെ നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്നത്. പടിഞ്ഞാറ് അഭിമുഖമായാണ് ദേവന്റെ ദർശനം. സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതിരാമൻ കന്ദർപ്പകളേപരൻ കഞ്ചല വിലോചനൻ. താഴക്കാട്ട് മനക്ക് കീഴിലെ 18 ക്ഷേത്രങ്ങളിൽ ഉൾപ്പെട്ട പൗരാണിക ക്ഷേത്രമാണ് ചെറുവത്തൂർ താഴത്തെ മട്ടലായി ശ്രീരാമക്ഷേത്രം. വനവാസകാലത്ത് ശ്രീരാമദേവൻ വന്ന് വാസം ചെയ്ത സ്ഥലമെന്നും ഹനുമാൻ ഗതവെച്ച ഇടമെന്നുമാണ് വിശ്വാസം. ശാന്തസ്വരൂപനായി പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ദേവന്റെ ദർശനം. കുന്നുകൾ ചുറ്റപ്പെട്ട് വനനിബിഡമായിരുന്ന പ്രദേശത്ത് പണ്ടുകാലങ്ങളിൽ ആൾക്കുരങ്ങിന്റെ സാന്നിധ്യമുണ്ടായിരുന്നുവെന്നും സഞ്ചാരവ്രതത്തിൽ വരുന്ന ഭക്തർക്ക് 2 നേരങ്ങളിലായി ഭക്ഷണം നൽകുന്ന മട്ലായൂട്ട് സമ്പ്രദായം നിലനിന്നതായും ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. ശരിക്കും പറഞ്ഞ ഈ ക്ഷേത്രത്തിന്റെ ഈ സമീപം വെറും വനമായിരുന്നു. ഇതിന് തൊട്ട് മുമ്പിൽ അറബിക്കടലായിരുന്നു. 4 ഭാഗം കുന്നോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന അമ്പലമാണ്. പണ്ടിവിടെ സൂര്യൻ അസ്തമിച്ചാൽ തിരിയില്ല. അങ്ങനെയുള്ള ഒരു നട്ടുച്ചക്ക് പോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അസ്തമയം പോലെ ഉണ്ടാവുക. വനപ്രദേശമാണ്. മാത്രമല്ല അന്ന് ഈ സഞ്ചാരഗതത്തിൽ വരുന്ന ആൾക്കാർക്ക് ഇവിടെ അന്ന് ഊട്ടുണ്ടായിരുന്നു. ക്ഷേത്രത്തിന്റെ പൗരാണികത അടയാളപ്പെടുത്തുന്ന കുളം ക്ഷേത്രത്തിന് മുൻവശത്തായി കാണാം. വിശേഷ ദിവസങ്ങളിൽ കുളത്തിന് സമീപത്തായി നിവേദ്യം സമർപ്പിക്കുമ്പോൾ കുരങ്ങുകൾ എത്താറുണ്ട്. ക്ഷേത്രം നിൽക്കുന്ന കന്നിമൂലയ്ക്കാണ് ഹനുമാൻ സാന്നിധ്യം. മനമുരുകി പ്രാർത്ഥന നടത്തുന്ന ഭക്തർക്ക് അനുഗ്രഹങ്ങളും നിരവധി അനുഭവങ്ങളും ലഭിച്ചതായി പറയുന്നു. ഹനുമാനിയുടെ ഏറ്റവും നല്ല ശക്തി പ്രാപിച്ചൊരു ഹനുമാനാണ്. എല്ലാം കൊണ്ടും ഈ ക്ഷേത്രത്തിൽ വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും വളരെയധികം പ്രാർത്ഥനയോട് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അനുഭവങ്ങൾ നേരിട്ട് കിട്ടിയ എത്രയോ ആൾക്കാർ ഇവിടെ വന്ന് പല രീതിയിലും പല രൂപത്തിലും ഇവിടെ സഹായിച്ചിട്ടുണ്ട്. രാമായണ മാസാചരണം തുടങ്ങിയതോടെ നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി നിരവധി ഭക്തർ ശ്രീരാമ ദർശനം തേടിയെത്തുന്നു. കൃഷ്ണപുരം പടിഞ്ഞാറവട്ടം നടയേറ്റാണ്. പിന്നെ സീതാ അന്വേഷണ സമയത്ത് ശ്രീരാമനിടെ വന്നിരുന്ന സങ്കല്പം ശാന്തസ്വരൂപനായിട്ടായിരിക്കുന്നത്. ഇവിടെ കടുംപായസം, ശർക്കര പായസം, അമ്പം വില്ലും സമർപ്പണം, വിശേഷാൽ നിറമാല എന്നിവ ശ്രീരാമസ്വാമിക്കും, ഗതസമർപ്പണം, വെറ്റിലമാല ചാർത്തൽ തുടങ്ങിയവ ഹനുമാനുമുള്ള സവിശേഷ വഴിപാടുകളാണ്. അമൃത ന്യൂസ്, കാസർഗോഡ്.